നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് പ്രേമികളും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് ടീമുകളുടെ നായകനായ ശുഭ്മാൻ ഗിൽ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അടുത്ത വർഷം സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലായി നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ കോമ്പിനേഷനെക്കുറിച്ചും വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും ചില അതീവ പ്രാധാന്യമുള്ള സൂചനകൾ നൽകിയിരിക്കുകയാണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ഇംഗ്ലണ്ടുമായി ആരംഭിക്കാനിരിക്കുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ പോരാട്ടത്തിന് മുന്നോടിയായി നടന്ന വാർത്താസമ്മേളനത്തിലാണ് ലോകകപ്പ് സ്ക്വാഡിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഗിൽ തുറന്നു പറഞ്ഞത്. നിലവിൽ ഇന്ത്യൻ ഏകദിന ടീമിന്റെ ഭാഗമല്ലാത്ത മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള പുറത്തിരിക്കുന്ന പ്രതിഭകൾക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നതാണ് ക്യാപ്റ്റന്റെ ഈ പുതിയ വാക്കുകൾ. കഴിഞ്ഞ 2 T20 ലോകകപ്പുകളുടെയും ഭാഗമാവുകയും അവസാന തവണ ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ ടൂർണമെന്റിലുള്ള മികച്ച പ്രകടനം നടത്തി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം വരെ സ്വന്തമാക്കുകയും ചെയ്ത താരമാണ് സഞ്ജു സാംസൺ. ഭാഗ്യം കൂടി തുണച്ചാൽ അടുത്ത ഏകദിന ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിലേക്കും സഞ്ജുവിന് നറുക്കു വീണേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിങ്ങനെ: ഇംഗ്ലണ്ടിൽ ഇപ്പോൾ കളിക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലെ സാഹചര്യങ്ങളുമായി അടുത്ത ലോകകപ്പ് നടക്കാനിരിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ സാഹചര്യങ്ങൾക്ക് ചില വലിയ സമാനതകളുണ്ടെന്ന് ശുഭ്മാൻ ഗിൽ ചൂണ്ടിക്കാട്ടി. പേസിനെയും ബൗൺസിനെയും തുണയ്ക്കുന്ന സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന കളിക്കാർക്ക് ലോകകപ്പ് സംഘത്തിൽ വലിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ഗിൽ വ്യക്തമാക്കുന്നത്. ഗില്ലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീമിന്റെ ഭാവി കോമ്പിനേഷനെക്കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ പ്രധാനമായും സംസാരിക്കുന്നത്. ഏത് തരത്തിലുള്ള കോമ്പിനേഷനായിരിക്കും വരാനിരിക്കുന്ന ലോകകപ്പിൽ നമ്മുടെ ടീമിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക? ഇപ്പോൾ നിലവിൽ ഏകദിന ടീമിന്റെ ഭാഗമല്ലാത്ത ഏതൊക്കെ താരങ്ങൾക്കാണ് ഭാവി സൗത്ത് ആഫ്രിക്കൻ സാഹചര്യങ്ങളിൽ നമ്മളെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സഹായിക്കാൻ സാധിക്കുക? ഏത് തരത്തിലുള്ള ബൗളർമാർ, ഏത് ഓൾറൗണ്ടർമാർ, ഏത് സ്പിന്നർമാർ ടീമിൽ വേണം എന്നതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ടീം മാനേജ്മെന്റുമായി നിരന്തരം സംസാരിക്കാറുണ്ട്. അടുത്ത ഏകദിന ലോകകപ്പിനുള്ള ഞങ്ങളുടെ തയ്യാറെടുപ്പുകൾ മുമ്പത്തേക്കാൾ വളരെ വ്യത്യസ്തമാണ്. ഏത് തരത്തിലുള്ള ടീം കോമ്പിനേഷൻ പരീക്ഷിക്കാമെന്നതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഇംഗ്ലണ്ടിൽ ഈ പരമ്പര ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് സമാനമായ വേഗതയേറിയ വിക്കറ്റുകളായിരിക്കും സൗത്ത് ആഫ്രിക്കയിലും ലഭിക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ഇംഗ്ലണ്ടിനെതിരായ ഈ ഏകദിന പരമ്പര ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ടതുമാണ്, ഗിൽ വിശദമാക്കി. ഏകദിന ലോകകപ്പിനുള്ള ടീം കോമ്പിനേഷനെക്കുറിച്ച് ക്യാപ്റ്റൻ ഗിൽ പറഞ്ഞ വാക്കുകൾ തീർച്ചയായും സഞ്ജു സാംസണിന് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. കാരണം പേസർമാരെയും ബൗൺസിനെയും അമിതമായി തുണയ്ക്കുന്ന സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ നിലവിലെ ഇന്ത്യൻ താരങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച റെക്കോർഡുള്ള കളിക്കാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ. ഈ അസാമാന്യ ട്രാക്ക് റെക്കോർഡ് ഏകദിന ലോകകപ്പ് സ്ക്വാഡിലേക്ക് സഞ്ജുവിന് നേരിട്ട് വഴി തുറന്നേക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ ഏറ്റവും ഫേവറേറ്റ് എതിരാളികൾ മാത്രമല്ല സൗത്ത് ആഫ്രിക്ക, മറിച്ച് അവിടെ കളിച്ചപ്പോഴെല്ലാം ലോകോത്തര ബൗളർമാരെ അടിച്ചൊതുക്കി ശ്രദ്ധേയമായ പ്രകടനങ്ങളാണ് താരം നടത്തിയിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഏകദിനവും T20യും താരം കളിച്ചു കഴിഞ്ഞു. രണ്ടിലും സഞ്ജു അവിടെ കസറിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ ഏകദിനത്തിൽ വെറും 2 ഇന്നിംഗ്സുകളാണ് സഞ്ജു ഇതുവരെ ബാറ്റ് ചെയ്തത്. എന്നാൽ അവിടെ 60 എന്ന തകർപ്പൻ ബാറ്റിംഗ് ശരാശരിയിലും 87 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലുമാണ് സഞ്ജു റൺസ് അടിച്ചുകൂട്ടിയത്. ഇതിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ഒരു തകർപ്പൻ സെഞ്ചുറിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 2023 അവസാനത്തോടെ സൗത്ത് ആഫ്രിക്ക നടന്ന ഏകദിന പരമ്പരയിലായിരുന്നു അത്. അന്ന് പരമ്പര നേടിക്കൊടുത്ത ആ കന്നി സെഞ്ചുറിയും പിന്നീട് നേരിട്ട അവഗണനയും അന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ നിർണായകമായ അവസാനത്തെയും 3ാമത്തെയും മാച്ചിലാണ് സഞ്ജു സാംസൺ 1 ഡൗൺ ആയി 3ാം നമ്പറിലെത്തി തന്റെ കന്നി അന്താരാഷ്ട്ര ഏകദിന സെഞ്ചുറി കണ്ടെത്തുന്നത്. കടുത്ത സമ്മർദ്ദ ഘട്ടത്തിൽ ടീമിനെ തോളിലേറ്റിയ സഞ്ജുവിന്റെ ആ ഇന്നിംഗ്സിന്റെ ബലത്തിലാണ് ഇന്ത്യ മത്സരം ജയിച്ചതും പരമ്പര 2-1 സ്വന്തമാക്കിയതും. അന്ന് മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയതും സഞ്ജു തന്നെയായിരുന്നു. പക്ഷേ ക്രിക്കറ്റ് പ്രേമികളെയും ആരാധകരെയും ഒരേപോലെ നിരാശരാക്കിയ കാര്യം ആ മാച്ച് വിന്നിംഗ് സെഞ്ചുറി ഇന്നിംഗ്സിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും ഇന്ത്യൻ ഏകദിന ടീമിൽ സഞ്ജു സാംസന് ഒരൊറ്റ അവസരം പോലും സെലക്ടർമാർ നൽകിയിട്ടില്ല എന്നതാണ്. ഒരു ഫോർമാറ്റിൽ സെഞ്ചുറിയും മാൻ ഓഫ് ദി മാച്ചും നേടിയിട്ടും പിന്നീട് ആ ഫോർമാറ്റിൽ നിന്ന് പൂർണ്ണമായി തഴയപ്പെടുന്ന വിചിത്രമായ കാഴ്ചയ്ക്കാണ് ഇന്ത്യൻ ക്രിക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ വരാനിരിക്കുന്ന ലോകകപ്പിന് മുന്നോടിയായുള്ള പരമ്പരകളിലൂടെ സഞ്ജു സാംസൺ ഏകദിന ടീമിലേക്ക് ഒരു മാസ് തിരിച്ചുവരവ് നടത്തിയേക്കുമെന്നാണ് ഗില്ലിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഏകദിനത്തിൽ മാത്രമല്ല T20 ഫോർമാറ്റിലും സഞ്ജു സാംസന്റെ റെക്കോർഡുകൾ ഏതൊരു ലോകോത്തര ബാറ്ററെയും കൊതിപ്പിക്കുന്നതാണ്. 5 T20 മത്സരങ്ങളാണ് സഞ്ജു സൗത്ത് ആഫ്രിക്കയിൽ കളിച്ചിട്ടുള്ളത്. ഇവയിൽ 2 സൗത്ത് ആഫ്രിക്കൻ ബൗൾ നിരയെ തല്ലിച്ചതച്ചുകൊണ്ട് താരം സെഞ്ചുറി കുറിക്കുകയും ചെയ്തു. 190 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റും 63 എന്ന വമ്പൻ ബാറ്റിംഗ് ശരാശരിയുമാണ് സൗത്ത് ആഫ്രിക്കയിൽ ഈ മലയാളി താരത്തിനുള്ളത്.
ബാറ്റിലേക്ക് പന്ത് കൃത്യമായി വരുന്ന സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ സഞ്ജുവിന്റെ ടൈമിങ്ങും പുൾ ഷോട്ടുകളും സിക്സറുകളും നേടാനുള്ള കഴിവും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ പിച്ചുകളിൽ ബാറ്റിംഗ് പോരായ്മകൾ പരിഹരിക്കാൻ സഞ്ജുവിനെപ്പോലൊരു മധ്യനിര ബാറ്ററെ ഇന്ത്യക്ക് തീർച്ചയായും ആവശ്യമായി വരും. ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി പരമ്പരയിലെ നാണംകെട്ട തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ സെലക്ഷൻ രീതികളെ രൂക്ഷമായി വിമർശിച്ച് രവിചന്ദ്രൻ അശ്വിൻ ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഓപ്പണിംഗ് സ്ഥാനത്തും മധ്യനിരയിലും സ്ഥിരതയില്ലാത്ത മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇന്ത്യയുടെ പരാജയങ്ങൾക്ക് കാരണമെന്നായിരുന്നു അശ്വിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ ഏകദിന ടീമിന്റെ നായകനായ ശുഭ്മാൻ ഗിൽ തന്നെ ലോകകപ്പ് പ്ലാനുകളിൽ ടീമിലില്ലാത്ത കളിക്കാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് അജിത് അഗർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും സഞ്ജു സാംസനെ ഏകദിന ഫോർമാറ്റിലേക്ക് തിരികെ വിളിക്കാൻ സാധ്യതയേറിയിരിക്കുകയാണ്. ഗംഭീറിന് സഞ്ജുവിന്റെ കളിശൈലിയിൽ വലിയ വിശ്വാസമുണ്ടെന്നതും സഞ്ജുവിന് അനുകൂല ഘടകമാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് തിരിച്ചുപിടിക്കുക എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിലനിൽപ്പിൽ തന്നെ ആവശ്യമാണ്. അതിനായി ഏറ്റവും അനുയോജ്യമായ ടീം കോമ്പിനേഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിലെ സഞ്ജുവിന്റെ സമാനതകളില്ലാത്ത റെക്കോർഡുകൾ സെലക്ടർമാർക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. വരാനിരിക്കുന്ന ഏകദിന പരമ്പരകളിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമെന്നും അദ്ദേഹം തന്റെ പഴയ ഫോം ആവർത്തിച്ചുകൊണ്ട് ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജു സാംസനെ അടുത്ത ഏകദിന ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താമെന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലിന്റെ തന്ത്രപരമായ നീക്കത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? കന്നി ഏകദിന സെഞ്ചുറി നേടിയിട്ടും സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്നും ഇത്രയും കാലം മാറ്റി നിർത്തിയത് നീതികേടാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും കൃത്യമായ വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്